നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കാവശ്യമായ ടെലി റേഡിയോ തെറാപ്പി യന്ത്രം വാങ്ങുന്നു. ഇതിനായി 23.40 കോടി രൂപ സർക്കാർ അനുവദിച്ചു. ജില്ലയിലെ ക്യാൻസർ രോഗികളുടെ വർഷങ്ങളായുള്ള ആവശ്യമായിരുന്നു പരിയാരത്തെ കേടായ റേഡിയോ തെറാപ്പി യൂണിറ്റ് മാറ്റി സ്ഥാപിക്കണമെന്നത്. ജില്ലയിലെ ഒട്ടേറെ ക്യാൻസർ രോഗികളാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റേഡിയോ തെറാപ്പി യൂണിറ്റിനെ ആശ്രയിച്ചിരുന്നത്. 5 വർഷം മുമ്പ് ടെലി തെറാപ്പി യന്ത്രം പണിമുടക്കിയതോടെ ഇവരുടെയെല്ലാം റേഡിയേഷൻ ചികിത്സ മുടങ്ങി. ഇതോടെ പലരും മലബാർ ക്യാൻസർ സെന്ററിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമാണ് ചികിത്സക്കായി പോയിരുന്നത്. ഈ അവസ്ഥക്കാണ് ഇനി മാറ്റം വരിക. ഈ ക്യാൻസറിന്റെ ചികിത്സ തീർത്തും നിലച്ചൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ ഗവൺമെന്റ് കുറച്ച് ഫണ്ട് അനുവദിച്ച് പുതിയ റേഡിയോ തെറാപ്പി മെഷീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് എന്നറിയുന്നത് വളരെ സ്വാഗതാർഹമാണ്. 1999 സ്ഥാപിച്ച് 2021 പ്രവർത്തനരഹിതമായ ടെലി റേഡിയേഷൻ യൂണിറ്റിന്റെ ആധുനിക യന്ത്രമായ ലീനക് വാങ്ങുന്നതിനായി 23.40 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഒപ്പം MRI യന്ത്രത്തിനായി 13.75 കോടിയും ചെലവഴിക്കും. മരുന്ന് സൂക്ഷിക്കാനുള്ള കെട്ടിടത്തിനായി 3.5 കോടിയും PG ഹോസ്റ്റൽ നിർമ്മാണത്തിനായി 2.5 കോടിയും ആശുപത്രി പ്രവർത്തനത്തിനായി 9.5 കോടിയുമടക്കം ആകെ 53.65 കോടി രൂപ ചെലവഴിക്കും. മീഡിയ 1 കണ്ണൂർ.